ആഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. STP സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഒരു സൗഹൃദ ഇഫ്താർ സംഗമം ഇവിടെ നടത്തുകയാണ്. അതിനോടനുബന്ധമായാണ് ഈ ഒരു പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത്. ആസന്നമായ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ STPI മത്സരരംഗത്തുണ്ടാവും. കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും പാർട്ടിക്ക് മത്സരിക്കാൻ സാധ്യമാവുന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പാർട്ടിയുടെ ഘടനാപരമായ ശക്തി 140 അസംബ്ലി മണ്ഡലങ്ങളിലും പാർട്ടിക്ക് നിയോജക മണ്ഡലം കമ്മിറ്റികളും പഞ്ചായത്ത് ബ്രാഞ്ച് തല കമ്മിറ്റികളുമുണ്ട്. നിലവിലുള്ള ഇരു മുന്നണികളുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തി പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ്. മത്സരരംഗത്ത് ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നതിൻ്റെ മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും മണ്ഡലം തലത്തിൽ സ്ഥാനാർത്ഥി പ്രപ്പോസൽ എടുക്കുകയും അത് ജില്ലാ സംസ്ഥാന ഘടകങ്ങൾ വിശകലനം നടത്തി പരിശോധിച്ച് ദേശീയ കമ്മിറ്റിക്ക് നൽകുകയും അത് ദേശീയ കമ്മിറ്റി അംഗീകരിച്ച് 2 ദിവസത്തിനകം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 111 സ്ഥാനാർത്ഥികളെ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം, ഇലക്ഷൻ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ 2 ദിവസത്തിനകം ഔപചാരികമായി കേന്ദ്ര നേതൃത്വം ഇവിടെ അത് പ്രഖ്യാപിക്കുന്നതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധ്യമായത്. മൊത്തം കേരളത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡുകളിൽ 10% താഴെ പാർട്ടി മത്സരിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും 4 ലക്ഷത്തോളം വോട്ട് പാർട്ടിക്ക് സമ്മാനിക്കാൻ സാധ്യമായിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടൽ നടത്താൻ പാർട്ടിക്ക് കഴിയും എന്നതാണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFന് പ്രകടമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിലെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടുകളാണ് നമ്മൾ രാഷ്ട്രീയമായി പരിഗണിക്കാറ്. പഞ്ചായത്ത് വാർഡുകളിലെ വോട്ടുകളെടുത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ, ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെടുത്ത് പരിശോധിച്ചാൽ, അതിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 85 സീറ്റുകളിൽ മാത്രമാണ് UDFന് മുൻതൂക്കമെന്ന് പറയപ്പെടുന്നത്. അതുപോലും ഒരു പൊതു തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ കേരളമാര് ഭരിക്കണമെന്ന ഒരു മാൻഡേറ്റ് വരാത്ത സാഹചര്യത്തിലാണ്. ഞങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ 20 സീറ്റുകളിൽ വളരെ ഡിസിസീവായ ഗതി നിർണ്ണയിക്കാൻ കഴിയുന്ന വോട്ട് പാർട്ടിക്കുണ്ട്. ആ മണ്ഡലങ്ങളായിരിക്കും കേരളത്തിലെ ഭരണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക. ആ അർത്ഥത്തിൽ പാർട്ടിയുടെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അതിൻ്റെ മുന്നേറ്റം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യമാവുന്നതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതോടെ നമുക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ഒരു മുന്നേറ്റമാണ് UDF നടത്തിയത്. അങ്ങനെ ആ ഇലക്ഷനിൽ STPI UDFനായിരുന്നു പിന്തുണ നൽകിയത്. പക്ഷേ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച MP-മാർ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് ശ്രുതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്.
ഒരു മാൻഡേറ്റ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മാത്രമായുള്ള മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച MP-മാർ അത് രാജിവെച്ച് കേരളത്തിൻ്റെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു ക്രൂരമായ ഒരു വെല്ലുവിളിയാണ് അവർ നടത്തുന്നത്. ഞങ്ങൾക്കിത് പറയാൻ കൃത്യമായ അവകാശമുണ്ട്. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ആ MP-മാർക്ക് വോട്ട് ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ പ്രവർത്തകന്മാർ, ഞങ്ങൾ ക്യാൻവാസ് ചെയ്ത വോട്ടർമാരൊക്കെ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടർമാരെ അവഹേളിച്ചുകൊണ്ട് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള MP-മാർ കാണിക്കുന്ന അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വരുന്ന ചർച്ചകൾ അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് SDPI പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയമായ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ BJP തീർത്തും ഒരു കേരള വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെ എല്ലാ സമീപനങ്ങളും കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ പോലും ഇവിടുത്തെ മന്ത്രിമാരെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരുടെ ഉദ്ഘാടനം നടത്തിയത് നമുക്കറിയാം. അത് മാത്രമല്ല, കേരളത്തിൻ്റെ പല കാര്യങ്ങളിലും കഴിഞ്ഞ ബഡ്ജറ്റിൽ, കേന്ദ്ര ബഡ്ജറ്റിൽ വലിയ തോതിലുള്ള അവഗണനയാണ് കേരളത്തെ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ കാണിച്ചത്. ഈ വലിയൊരു ഒരു 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 അവഗണന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കേരളത്തിലെ ജനങ്ങൾ, നമ്മളും നികുതി പണം കൊടുക്കുന്നവരാണ്, ഇവിടെ GST വിഹിതം കേന്ദ്രം കിട്ടുന്നതാണ്. എല്ലാ അർത്ഥത്തിലും അതിനൊരു വിഹിതം നമ്മുടെ കേരളത്തിന് അത് തിരിച്ചു തരേണ്ടതാണ്. അത് അങ്ങേയറ്റം അവഗണിച്ചുകൊണ്ട് കേരളത്തെ BJP സർക്കാർ പൂർണ്ണമായി അവഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കേരള വിരുദ്ധ പാർട്ടിയാണ് BJP. ആ BJPയെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ ഇരു മുന്നണികളും അവർക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏകോപിച്ച് നിൽക്കണമെന്നാണ് SDPI ആവശ്യപ്പെടുന്നത്. അത് ഞങ്ങളുടെ ഒരു വളരെ കൃത്യമായ ഡിമാൻഡാണ്. നമുക്കറിയാം, മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവരെ പരാജയപ്പെടുത്താൻ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചവരാണ് SDPI. നമുക്ക് ബോധ്യമുണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും മഞ്ചേശ്വരത്തും അതുപോലെ ഈ ജില്ലയിലെ നേമത്തും SDPI അത് കൃത്യമായി പഠിച്ച് അതിൽ നിലപാട് സ്വീകരിക്കുകയും അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുക മാത്രമല്ല വോട്ട് ക്യാൻവാസ് ചെയ്ത് BJPയെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇനി അതുപോലുള്ള ഒരു സ്റ്റാൻഡ് ഞങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ പൂർണ്ണ അല്ലെങ്കിൽ BJP തോൽപ്പിക്കുക എന്ന ഉത്തരവാദിത്തം SDPIയുടെ മാത്രമുള്ള ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ കാണുന്നില്ല. മാത്രമല്ല, കേരളത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ BJPയുടെ ഫാസിസ്റ്റ് നിലപാടുകളുണ്ട്. മാത്രമല്ല, BJPയുടെ കേരള വിരുദ്ധമായ നിലപാടുകൾ കൊണ്ടും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അവരെ പരാജയപ്പെടുത്താൻ മുന്നോട്ട് വരണം. പ്രത്യേകിച്ച് LDF, UDF കക്ഷികൾ കേരളത്തിൽ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആരാണ് വിജയിച്ചത്, അവരെ തന്നെ, ആ പാർട്ടിയെ തന്നെ അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മഞ്ചേശ്വരത്ത് UDF ആണ് ജയിച്ചതെങ്കിൽ LDF അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് UDFനെ തന്നെ വിജയിപ്പിക്കണം. അതുപോലെ തന്നെ നേമത്ത് LDF ആണ് വിജയിച്ചത്. അപ്പോൾ LDFനെ തന്നെ തുടർ വിജയം കൊടുക്കുന്നതിന് വേണ്ടി UDF LDFനെ സഹായിക്കണം. അവർക്ക് ആ സ്ഥാനാർത്ഥികളോട് വിമുഖത ഉണ്ടെങ്കിൽ ഇരു മുന്നണികളും അതുപോലുള്ള പാലക്കാട് അങ്ങനെ വിവക്ഷിക്കപ്പെടുന്ന BJPക്ക് വിജയിക്കാൻ സാധ്യത പറയപ്പെടുന്ന മണ്ഡലങ്ങളിൽ നമ്മുടെ വോട്ടുകളുടെ ഒരു പാറ്റേൺ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ 11ഓളം മണ്ഡലങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 11ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ BJPക്ക് വിജയസാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അതേപടി ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രതിഫലിച്ചിട്ടില്ല. എങ്കിൽ പോലും ആ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടം എന്ന നിലക്ക് അതിനെ പരിഗണിക്കുകയാണെങ്കിൽ 11ഓളം മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം മണ്ഡലങ്ങളിൽ LDFും UDFും ചേർന്നുകൊണ്ട് പൊതു സ്ഥാനാർത്ഥി നിർത്തുകയും അങ്ങനെ BJPയെ, കാരണം ഒരു കേരള വിരുദ്ധ പാർട്ടിയെ കേരളത്തിലെ നിയമസഭയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ആ മണ്ഡലങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ ആ പൊതു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനും അതിന് പ്രവർത്തിക്കാനും SDPയും സന്നദ്ധമാവും എന്നത് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളമല്ല, ഇന്ത്യ രാജ്യം അത് ഭീകരമായ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പാചക ഗ്യാസിൻ്റെ ദൗർലഭ്യം അങ്ങേയറ്റം രൂക്ഷമാകുകയാണ്. ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ തെറ്റായ വിദേശ നയത്തിൻ്റെയും അതോടൊപ്പം കേരള സർക്കാരിൻ്റെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലായ്മയുടെയും ഒരു പ്രതിഫലനം കൂടിയാണ്. നമ്മളൊക്കെ ജനങ്ങൾ, ഈ രാജ്യത്തെ
പിന്നെ പാചക ഗ്യാസ് ഉപയോഗിക്കുന്ന വീട്ടുടമകൾ മാത്രമല്ല, ഹോട്ടലുകൾ, അതുപോലെ ക്യാൻറ്റീനുകൾ, കാറ്ററിംഗ് സംവിധാനങ്ങൾ, ഹോസ്പിറ്റൽ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളിലും ഗവൺമെൻറ് ഇത്തരം ഒരു പ്രതിസന്ധി, ലോകത്തൊരു യുദ്ധം വരാൻ പോകുമ്പോൾ ആ യുദ്ധത്തെ മുൻകൂട്ടി കാണുകയും അത്തരമൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി രാജ്യത്തെ ജനങ്ങളെ നേരിടാൻ പോകുന്ന ഭീകരമായ പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഗവൺമെൻറ് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അവരുടെ നിലപാട് തന്നെ വളരെ മോശമാണ്. ഇന്ത്യ രാജ്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുവർത്തിച്ചു പോകുന്ന വളരെ ഏറ്റവും മനോഹരമായ വിദേശ നയത്തെ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് ലോകം ഒരു യുദ്ധമായി മാറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇറാൻ യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയും ചേർന്നുകൊണ്ടുള്ള പശ്ചിമേഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായ യുദ്ധം, അതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ്. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങളുമുണ്ട്. പക്ഷേ ഇന്ത്യയാണ് ഇപ്പോഴും ഒരു നഞ്ഞാമിഞ്ഞ നയം സ്വീകരിച്ചുകൊണ്ട് ഒരു പരിധിവരെ ഇസ്രായേലിനും അമേരിക്കക്കും പിന്തുണർത്തുകൊണ്ട് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് ദീർഘാടിസ്ഥാനത്തിൽ നമ്മളിത് വളരെ ഗൗരവമായി കണ്ടതാണ്. ദീർഘാടിസ്ഥാനത്തിൽ ഇത് വലിയ അപകടം ഈ രാജ്യത്തിനുണ്ടാവും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, അതിൻ്റെ ഒരു പാർശ്വഫലമാണ് നമ്മുടെ രാജ്യത്ത് ഗ്യാസ് ഇല്ലായ്മ വരുന്നത്. ഇത് മുൻകൂട്ടി കാണാൻ നമ്മുടെ സർക്കാരിന് സാധ്യമായില്ല, ബദൽ സംവിധാനം ഉണ്ടായില്ല. ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ഒരു യുദ്ധം വരികയാണെങ്കിൽ എത്ര കാലത്തിലേക്ക് ആവശ്യമുള്ള ഗ്യാസ് നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്റ്റോക്ക് ഉണ്ട് എന്നാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അതിനനുസൃതമായ തീരുമാനമുണ്ടാക്കാൻ സർക്കാരിന് സാധ്യമാകുമായിരുന്നു. അപ്പോൾ രാജ്യത്തെ ഗവൺമെൻറ് അങ്ങേയറ്റം ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ ഭക്ഷിക്കണ്ടേ. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ നടന്നു നോക്കുമ്പോൾ പല ഹോട്ടലും അടച്ചിട്ടിരിക്കുകയാണ്, പല ഹോട്ടൽ അടച്ചിട്ടിരിക്കുന്നു. ചെറിയ ഉള്ള ഹോട്ടലിൽ തന്നെ ആളുകൾ തിക്കി ഒരു ചായക്ക് വേണ്ടിയിട്ട് കശപിശ കൂടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ആളുകൾ തമ്മിൽ പരസ്പരം തല്ലുന്ന, അല്ലെങ്കിൽ പരസ്പരം കലഹിക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി കലഹിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം പോവുകയാണ്. ഇത്തരമൊരു പ്രതിസന്ധിയിൽ നമ്മുടെ ഈ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ സമരം പ്രഖ്യാപിക്കാൻ SDPI തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായി ഇതിനനുസൃതമായ സമരങ്ങൾ SDPI ഉടനെ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കും. അതുകൊണ്ട് തന്നെ ഈ കേരളമടക്കമുള്ള രാജ്യത്തെ സാധാരണക്കാരെ അങ്ങേയറ്റം തകർത്ത് അവരുടെ ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ കൊണ്ടുപോകുന്ന BJP സർക്കാരിനെതിരെ വലിയ ഒരു ജനകീയ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. SDPI അത്തരമൊരു പ്രവർത്തനങ്ങളിൽ മുന്നിട്ടുണ്ടാവും. ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധികളാണ് ഈ സ്റ്റേറ്റിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് അനുസൃതമായ രീതിയിൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ ജാതി മത ഭേദമന്യേ മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാതെ, ഇപ്പോൾ മുന്നണികളിൽ തന്നെ അവരുടെ സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ ജാതികളെയും അതുപോലെ സാമുദായിക കാര്യങ്ങളൊക്കെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ അതിലൊക്കെ അപ്പുറം ഏറ്റവും കഴിവുള്ള സ്ഥാനാർത്ഥികളെ, അതോടൊപ്പം അത് പറയുന്നതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ എല്ലാവർക്കും തുല്യമായ പ്രാതിനിധ്യം ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേടുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഇലക്ഷൻ പ്രഖ്യാപിച്ച 3-ാം ദിവസം ഞങ്ങളുടെ ദേശീയ നേതൃത്വം കേരളത്തിൽ വന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്ന് ഇവിടെ അറിയിക്കുകയാണ്. CPI ലത്തീഫ്, SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ്. CPI ലത്തീഫ്. ഞങ്ങളുടെ കൂടെയുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ, സംസ്ഥാന സെക്രട്ടറി അൻസാരി അനാത്ത്, ജില്ലാ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മന്നാനി. അതെ, 111 മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി കേന്ദ്ര കമ്മിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഉടനെ ലഭ്യമാവും. ഇല്ല, ഒറ്റക്ക് മത്സരിക്കും. അതാത് മണ്ഡലങ്ങളുടെ സ്ഥിതിക്കനുസരിച്ചാണ്. പല മണ്ഡലങ്ങളിലും ആ രീതിയിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളാണുള്ളത്. അത് ബാധിക്കുന്നവർക്ക് ബാധിക്കട്ടെ, ഞങ്ങൾ അതിൽ ബോധർ ചെയ്യുന്നില്ല. പക്ഷെ പലപ്പോഴും അത് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലായിക്കൊള്ളണമെന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേരത്തെ UDFനെ പിന്തുണച്ചിട്ടുണ്ട്. BJP ജയിക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിച്ച് ചില മണ്ഡലങ്ങളിൽ മാത്രം LDFനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ കണക്ക് കൂട്ടുന്ന രീതിയിലായിരിക്കണമെന്നില്ല റിസൾട്ട് എന്ന് ഞാൻ പറയണത്. SDPക്ക് എന്തായാലും
20 മണ്ഡലങ്ങൾ ഡിസിസീവായ, അതായത് നിർണായകമായ വോട്ട് പാർട്ടിക്കുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾ അങ്ങനെ വോട്ട് നോക്കി, അതിന് സാധ്യത നോക്കി, സർവേ നടത്തി അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇനി അത് ഞങ്ങളുടെ മാത്രം തീരുമാനമായി ഈ BJP വരാതിരിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും SDPI ഏറ്റെടുക്കണം എന്ന രീതിയിലേക്ക് വരരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ ഉത്തരവാദിത്വം ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ, കേരളത്തിൻ്റെ ശത്രു നമുക്കറിയാം, കേരള സ്റ്റോറി ഈ രാജ്യത്ത് വ്യാപകമായി പ്രചരിപ്പിച്ച് കേരളത്തെ മാനം കെടുത്തി, കേരളത്തെ നാണം കെടുത്തി, കേരളത്തെ അങ്ങേയറ്റം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് BJP. ഇത് ഓരോ കേരളീയനെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അത് SDPIയുടെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ. ഇവിടുത്തെ ഫാസിസത്തിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തെ രാജ്യവ്യാപകമായി ലോകവ്യാപകമായി കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു ജനവിഭാഗമുള്ള അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുന്ന കളവുകളുടെ നുണയെ അങ്ങേയറ്റം പെരുപ്പിച്ച് നുണയെ ആയുധമാക്കുന്ന ഒരു സംവിധാനമാണത്. അതിനെയാണ് നമ്മൾ ഈ കേരള ജനത ഒറ്റക്കായി എതിർക്കുന്നത്. SDPI മാത്രമല്ല അതിനെ ഒറ്റയ്ക്ക് എതിർക്കുന്നത്, അത് എതിർക്കുന്ന എല്ലാവരും ഉണ്ടാവണം എന്നാണ് SDPI പറയുന്നത്. അല്ല, ഈ BJPയെ എല്ലാവരും എതിർക്കുന്നുണ്ട്, പക്ഷെ നാമമാത്രമാണ്. ഫലപ്രദമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI എന്തുകൊണ്ടാണ് UDFനെ പിന്തുണച്ചത്? അത് ഒരു ദേശീയ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തിയപ്പോൾ BJP വരാതിരിക്കാൻ ഏറ്റവും ശക്തമായ ഒരു എതിർകക്ഷി നിര എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യമായിരുന്നു. അപ്പോൾ ആ ഇന്ത്യ സഖ്യത്തെ പിന്തുണക്കൽ അപ്പോൾ അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. പക്ഷേ ആ ഇന്ത്യ സഖ്യം മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ രാജ്യത്തുള്ള BJPക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്തുണ്ട്. ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾ മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ SDPI ഇന്ത്യ രാജ്യത്ത് 21 സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 11ഓളം സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട്. ഞങ്ങൾക്ക് കർണാടക സ്റ്റേറ്റിൽ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ഞങ്ങൾ കോൺഗ്രസുമായി സഹകരിച്ച് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. അവിടെ കോർപ്പറേഷൻ ഞങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. 7-8 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്കൽ ബോഡി പ്രതിനിധികളുണ്ട്. അങ്ങനെ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാവുകയും വളരെ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്ത ഒരു ജനാധിപത്യ രാഷ്ട്രീയ കക്ഷി നിലക്ക് ഇന്ത്യ സഖ്യം ഞങ്ങളെ കൂട്ടേണ്ടതുണ്ട്, അസുദ്ദീൻ ഒവൈസിനെ കൂട്ടേണ്ടതുണ്ട്, അതുപോലെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളെ കൂട്ടേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യം ഒരു സീരിയസ് ആയി എടുത്തിട്ട് അത് എല്ലാ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ച്, ഞങ്ങളെ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ അപ്പോഴും ഭിന്നിച്ച് മത്സരിച്ചിരുന്നു, ഒരു സീരിയസ് ആയിട്ട് BJPയെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ച് നിർത്താൻ അവർക്ക് കഴിയണമായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അവരുടെയൊക്കെ ഈ അവകാശവാദങ്ങൾ കേവലം പൊള്ളയാണ്, നിരർത്ഥകമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രം തീരുമാനത്താൽ ശരിയാവില്ലല്ലോ. ഞങ്ങൾ മാത്രം തീരുമാനം എടുക്കുക, ഞങ്ങൾ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പാർട്ടിയെ മാറുക എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസ്സിന് അങ്ങനെ ഒരു പ്രശ്നമില്ലേ? കോൺഗ്രസ് മത്സരിക്കുന്നത് BJPയെ സഹായിക്കാനല്ലേ? അവിടെ കഴിഞ്ഞ വർഷം 1ാം സ്ഥാനത്ത് വരികയും വിജയിക്കുകയും ചെയ്ത CPMനല്ലേ കോൺഗ്രസ് സഹായിക്കേണ്ടത്? എന്തുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കുന്നില്ല? നിങ്ങൾ കോൺഗ്രസ് BJP എതിർക്കുന്ന പാർട്ടിയാണ്, BJPയും അത് പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് കോൺഗ്രസ് തീരുമാനിക്കണ്ടേ? അവിടെ 1ാം കക്ഷിയായി നിയമത്തിൽ വിജയിച്ച CPMനെ കോൺഗ്രസ് പിന്തുണക്കണം. അവർക്ക് അടിസ്ഥാനപരമായി BJPയോട് വിരോധമുണ്ടെങ്കിൽ BJP കേരളത്തിൻ്റെ നിയമസഭയിൽ കയറി വരുന്നതിന് താല്പര്യമുള്ള ചെയ്യേണ്ടതാണ്, ചെയ്യുന്നില്ല. അതേപോലെ ഞങ്ങൾക്ക് മാത്രം അങ്ങനെ റിസ്ക് ഏറ്റെടുക്കേണ്ടതില്ല. രാഷ്ട്രീയമായി ഞങ്ങളുടേതായ വളർച്ച ഉണ്ടാകണം. ഈ രാജ്യത്ത് BJPക്ക് അപ്പുറത്തേക്ക് ഇവിടുത്തെ സാമൂഹ്യ ജനാധിപത്യത്തിൽ താല്പര്യമുള്ള ബഹുജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഞങ്ങളും ഈ അധികാര രാഷ്ട്രത്തിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഘടനാ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ കൂടി ബാധ്യതയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.